പാർട്ടി ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കി നുണ പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല, എനിക്ക് സംശയമില്ല. ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇവര് എത്രയോ കൊല്ലം പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഞങ്ങൾക്ക് മാത്രമേ വോട്ട് തരുള്ളൂ. എന്നിട്ട് മുനമ്പം 610 കുടുംബങ്ങൾ 35 കൊല്ലമായിട്ട് അവരുടെ പ്രോപ്പർട്ടി വഖഫ് ബോർഡ് തട്ടിയെടുക്കാൻ നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആ പ്രശ്നത്തിനെയും ആ കഷ്ടത്തിനെയും പരിഹരിക്കാൻ ഒന്നും ചെയ്തില്ല, ഇന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? എത്ര കൊല്ലം അവര് അവിടെ വോട്ട് കൊടുത്തു കോൺഗ്രസ് പാർട്ടിക്ക്, കോൺഗ്രസ് എംപിക്ക്, എന്നാലും അവരൊന്നും ചെയ്തില്ല. കാരണം അവര് വിചാരിച്ച് അവരുടെ കാൽക്കുലേഷനില് ഇതൊരു 610 വോട്ടല്ലേ, നമുക്ക് അവിടെ വലിയ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ. അപ്പൊ ഇവര് വച്ചിരിക്കുന്നത് അവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. അവരെ 100% രാഷ്ട്രീയം ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ്. അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. 22 ഏപ്രിൽ ജമ്മു ആൻഡ് കശ്മീർ പഹൽഗാം 26 സാധാരണക്കാര്, നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്നു. അവിടെ പാകിസ്ഥാനി ഭീകരവാദി വരുന്നു, അവരെ മതം ചോദിച്ചിട്ട് കൊല്ലുന്നു. ഞാനത് പറയുമ്പോൾ കുതിച്ചു ഓടി ചാടി വന്നു കോൺഗ്രസ്സുകാരൻ ലെഫ്റ്റ്. അയ്യോ, ഇത് പറഞ്ഞത് ശരിയല്ല, ഇസ്ലാമോഫോബിയാണ്. അതെങ്ങനെയായി? പാകിസ്ഥാനി ഭീകരവാദിയെതിരെ എതിർക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു അവകാശമില്ല. 26 ആൾക്കാരെ മതം ചോദിച്ചു കൊന്ന ഭീകരവാദികളെ നമ്മൾ കണ്ടം ചെയ്യാൻ നമുക്കൊരു അവകാശമില്ല. ഇല്ല, അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനി ഭീകരവാദികളെതിരെ എന്തെങ്കിലും പറഞ്ഞാലും അവർക്ക് അവരുടെ വോട്ട് ബാങ്കാണ് ഓർമ്മ വരുന്നത്. അപ്പൊ ഇതാണ് കോൺഗ്രസ് പാർട്ടിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. വഖഫ് ബില്ലിനെ എതിർക്കുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവര് മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല, അവര് റിച്ച് മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി. സാധാരണ മുസ്ലിംസും ദുർബലമായ മുസ്ലിംസും മുസ്ലിം മഹിളകളും അവർക്ക് പ്രവർത്തിക്കുന്ന പാർട്ടി ഒരു പാർട്ടിയുള്ളത് BJP, NDA.